വേദപുസ്തകത്തിലെ സാരാഫത്തിലെ വിധവ തൊട്ട് മുഴുവൻ ആളുകൾ അതിനകത്ത് കള്ളത്തരം കാണിച്ച അനന്യാസ സഫീറയും to preach it. That's a God's principle. Preach it. What is a God's principle? സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ദൈവവേലയ്ക്ക് പൈസ കൊടുക്കരുത്, ചർച്ചിന് കാശ് കൊടുക്കരുത്, ടൈത്ത് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നോണ്ട് അടിച്ചിറക്കുന്നവനുണ്ടെങ്കിൽ I cancel your prosperity in the name of Jesus. Amen. I block it there. I am an apostle. ഞാൻ പറഞ്ഞാൽ വിസ വരുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ, my word is powerful. Yes. Amen. Hallelujah. അപ്പോസ്തലന്മാരുടെ കാലത്ത് ജനത്തിന് ഭയം ഉണ്ടായി. ഇന്ന് ഒരുത്തനും ഭയമൊന്നുമില്ല. ചർച്ചിനകത്ത് കൊടുക്കേണ്ട നന്മ കൊടുക്കാതെ പോയ അനന്യാസും സബീറയും കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. അവിടെ എന്തുവാ താഴെ എഴുതിയിരിക്കുന്നത് ബൈബിളിൽ? എല്ലാവർക്കും മഹാഭയം ഉണ്ടായി. പേടിച്ചു ഈ ആളുകള്. ദൈവസഭയ്ക്കെതിരെ വായി വന്നതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നവന് ഭയം ഉണ്ടാവണം. കർത്താവ് ജീവിക്കുന്നെന്നറിയണം. കൊടുത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം തെളിയിക്കും. 100%. അതെന്താണെങ്കിലും, പ്രാർത്ഥനയാണെങ്കിലും ചാരിറ്റി ആണെങ്കിലും, ഇപ്പൊ ഒരു പാവപ്പെട്ടവനെ സഹായിക്കുന്നതാണെങ്കിലും, ഒരുത്തന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതാണെങ്കിലും, വഴിയിൽ കൂടെ പോയവൻ ഇച്ചിരി ആഹാരം കൊടുക്കുന്നതാണെങ്കിലും, എന്താണെങ്കിലും ഗിവ് ചെയ്ത സോ ചെയ്ത അതിനകത്ത് ബ്ലെസ്സിങ് ഉണ്ടെന്ന് ദൈവം തെളിയിക്കും. അതൊരിക്കലും ദാരിദ്ര്യം നീങ്ങുന്നില്ല. കർത്താവേ, ഈ ജനം പ്രോസ്പർ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Lord, I assign the mighty angels for them. Related to the prosperity. In the name of Jesus. In the name of Jesus. I release the blessings upon them. Grow, go, Rosaga. ഒക്ടോബർ മാസം ഞാൻ ഒന്ന് പ്ലേ ചെയ്തോട്ടെ. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ച് റെക്കോർഡ് ചെയ്ത് വെച്ച് ഇതിനകത്ത്. കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ലിസൺ. ഇത് കേട്ട് കഴിയുമ്പോൾ കയ്യടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. വെരി സീരിയസ്. എന്നോടത്ത് കർത്താവ് സംസാരിച്ചപ്പോൾ ഞാൻ നെടുമ്പാട് വീണു. എലീശയുടെ കാലത്ത് ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നും അവൻ വാടകയ്ക്കെടുത്ത ഇരുമ്പ് കോടാലി വെള്ളത്തിൽ പോയി. ആ ഇരുമ്പ് കോടാലി വാടകയ്ക്കെടുത്തത് വെള്ളത്തിൽ പോയപ്പോൾ ഈ മനുഷ്യൻ ഭാരപ്പെട്ടു. അദ്ദേഹം ഓടി വന്ന് എലീശ പ്രവാചകൻ, ലിസൺ ടു മീ,
സാരാഫത്തിലെ വിധവയുടെ അടുക്കൽ എന്തിനാ പ്രൊഫറ്റിനെ അയച്ചേ? എന്തിനാ വെള്ളത്തിൽ കോടാലി പോയവൻ പ്രവാചകന്റെ അടുത്ത് വന്നേ? ഈ വെള്ളം അടിച്ചു കളയുന്നവനെ, ബക്കറ്റിൽ വെള്ളം കോരി കളയുന്നവനെയൊക്കെ വിളിച്ചോണ്ട് വന്നാ പോരെ? അല്ലെ മുങ്ങൽ വിദഗ്ധന്മാരെ കൊണ്ടുവന്നാ പോരെ? ഈ പുള്ളി എന്തിനാ? Where there is a problem, എവിടെ ഒരു പ്രശ്നമുണ്ടോ അവിടെ ഞാനൊരു പ്രൊഫറ്റിനെ കാണുന്നു. Because he will deal it. Solution is there. Solution is there. എടുത്തു നോക്കിക്കോ, ബൈബിളിലെ ഏത് ഇൻസിഡൻസും എടുത്തു നോക്കിക്കോ. സരഫത്തിലെ വിധവയെ നോക്കിക്കോ, പ്രവാചക ശിഷ്യന്റെ ഭാര്യയെ നോക്കിക്കോ, വെള്ളത്തിൽ കോടാലി പോയവന്റെ ജീവിതം നോക്കിക്കോ. എനി കേസസ്. Hallelujah. ഈ പിണങ്ങി മുഖവും വീർപ്പിച്ച് സഭയ്ക്കെതിരെ കുറ്റവും പറഞ്ഞ് നീ ഇത് ആരോടോ ഞാൻ പറയുവാന്ന് എനിക്കറിയാം. നീ പുറകെ പോയി മോന്തയും വീർപ്പിച്ചിരിക്കാതെ നീ അടുത്ത് വന്നാൽ ഞാൻ സൊല്യൂഷൻ പറഞ്ഞു തരാം. നിന്റെ വിഷയം ഞാൻ സെറ്റിൽ ചെയ്യാം. I am prophesied some person here. I know that. എലീശ വന്നു. എലീശ വന്നിട്ട് എന്താണ് ആ മനുഷ്യനോട് പറഞ്ഞേ? അതേ ആ കോടാലി പോയ ലൊക്കേഷനിൽ പറഞ്ഞേ. ലൊക്കേഷൻ ആക്ച്വൽ ലൊക്കേഷൻ, കൃത്യമായ ലൊക്കേഷനിൽ പ്രൊഫറ്റ് വന്ന് നിൽക്കുകയാണ്. അഭിഷിക്തൻ വന്ന് നിൽക്കുകയാണ്. മാൻ ഓഫ് ഗോഡ് വന്ന് നിൽക്കുകയാണ്. എന്ന് വെറുതെ ഈ മരത്തിന്റെ കൊമ്പ് മുറിച്ച് വെള്ളത്തിലോട്ട് എറിയാൻ പറഞ്ഞു. അപ്പം ഇരുമ്പ് കോടാലി വെള്ളത്തിൽ പോയി. ആ ഇരുമ്പ് കോടാലിയെ ഇതൊന്നും ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റുന്നതല്ല. നിന്റെ ശാസ്ത്രവും കൊണ്ടിരുന്നാൽ ഒരു കാര്യവും നടക്കാൻ പോകുന്നു. കാരണം വെള്ളം, ലിസൺ ടു മീ, തടി വെള്ളത്തിന്റെ മേളിലിട്ടാൽ തടി പൊങ്ങിക്കിടക്കും. ഇരുമ്പ് വെള്ളത്തിലിട്ടാൽ ഇരുമ്പ് താണു പോകും. പക്ഷേ ദൈവരാജ്യത്തിൽ എല്ലാം ഓപ്പോസിറ്റ് ആണ്. തടി മുറിച്ച് വെള്ളത്തിലിട്ടപ്പോൾ ഇരുമ്പ് കോടാലി പൊങ്ങി വന്നു. I believe in supernatural because I am preaching this supernatural book. I am preaching this holy Bible. I am serving a supernatural God. My God is the God of miracles, for nothing is impossible with him. In the name of Jesus. Hallelujah. അപ്പോൾ അവന്റെ കോടാലി വെള്ളത്തിൽ പോയത് തിരിച്ചു കൊണ്ടുവരാനുള്ള സൊല്യൂഷൻ ആ വെള്ളത്തിന്റെ കരയെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. മാറ മധുരമാക്കാനുള്ള സൊല്യൂഷൻ ആ വെള്ളത്തിന്റെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കൾ ദാഹിച്ചപ്പോ അവർക്ക് കുടിക്കാനുള്ള വെള്ളം തീക്കൽ പാറയ്ക്കകത്തുണ്ടായിരുന്നു. പക്ഷെ കാണാൻ പറ്റില്ല. പാറയ്ക്കകത്തിരിക്കുന്ന വെള്ളം അവിശ്വാസിയെ നിനക്ക് കാണാൻ പറ്റുകയില്ല. പക്ഷെ വിശ്വാസത്തോട് ഇന്ന് ടച്ച് ചെയ്യുന്നവൻ, ബൈ ഫെയ്ത്തിൽ ഇന്ന് അതിനെ അടിക്കുന്നവൻ, ഇന്ന് അതിനകത്ത് കയറി പിടിക്കുന്നവൻ, ഇന്ന് അതിനകത്ത് കയറി തൊടുന്നവൻ, അവനിലേക്ക് വെള്ളം ചാടി പുറപ്പെടുകയാണ്. അവനിലേക്ക് വെള്ളം ചാടി പുറപ്പെടുകയാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന
നിങ്ങളുടെ പറഞ്ഞിട്ട്, എന്ത് ചെയ്താലും അത് വിശ്വാസത്താൽ ചെയ്യണം. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞ്, എന്ത് ചെയ്താലും അത് വിശ്വാസത്താൽ വിശ്വാസത്താൽ ചെയ്യണം. എന്ത് ചെയ്താലും അത് വിശ്വാസം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓഫറിംഗ് എല്ലാം ബാഗിനകത്ത് തിരിച്ചു വെച്ചേ. ഇന്ന് എപ്പുറത്തിരിക്കുന്ന ആൾ പറഞ്ഞു, ഇന്ന് ആ ഓഫറിംഗ് ഇല്ലെന്ന് പറഞ്ഞു. ആ ഓഫറിംഗ് ഇല്ലെന്ന്. തിരിച്ചു വെച്ചോ? വെച്ചോ? ഹല്ലേലൂയ. എപ്പോഴും നമ്മുടെ ആളുകളുടെ ചിന്ത, ഞാൻ ചിലത് ഡീൽ ചെയ്യാണ്, സ്നേഹത്തോടെ പറഞ്ഞു തരികയാണ്. അറിവിത്ത് മീ. എപ്പോഴും നമ്മുടെ ആളുകളുടെ ചിന്ത ഈ ഓഫറിംഗ് എടുപ്പിക്കുന്നതും ദൈവരാജ്യത്തിലേക്ക് സാമ്പത്തിക നന്മകൾ കൊടുക്കണമെന്ന് പറയുന്നതും ടൈറ്റ് ചെയ്യുന്നതും ഒക്കെ യുവമാർക്കല്ല, ഇവർക്ക് എന്തോ കിട്ടാൻ വേണ്ടി ആണെന്നുള്ളതാണ്. ആ ഒരു ചിന്ത നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അനുഗ്രഹങ്ങളെ തടയും. സരഫത്തിലെ വിധവ അങ്ങനെ പുള്ളി ആടാ തിന്നണ്ട എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എല്ലാം അടിച്ചു പോയേനെയായിരുന്നു. You are with me? Yes. ആ സരഫത്തിലെ വിധവ ഏലിയാവ് വെള്ളം ചോദിച്ചപ്പോ, വെള്ളം എടുക്കാൻ പോയപ്പോ, എനിക്ക് 2 അടയുടെ ചുട്ടോണ്ട് വരണമെന്ന് പറഞ്ഞപ്പോ, ഇന്നും മനുഷ്യനാണേ പുള്ളി, മനസ്സാക്ഷിയൊക്കെ വേണ്ടേ? അങ്ങനെ പുള്ളി അവിടെ തിന്നണ്ട എന്ന് അവള് ചിന്തിച്ചിരുന്നെങ്കിൽ she was no more. Yes. മാറേണ്ടത് നമ്മുടെ മനോഭാവമാണ്. ദൈവമല്ല, വചനമല്ല, മനോഭാവം. നിങ്ങളുടെ അനുഗ്രഹത്തിന്, ഇത് ഞാനിന്ന് ഒരു വാക്ക് പോലും ബുദ്ധിയിൽ നിന്ന് പറയുന്നതല്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്നത് നിങ്ങളുടെ നെഗറ്റീവായ ചിന്തയും, നിങ്ങൾ ആ പിശാചിനെ ആദ്യം പുറത്താക്കണം. അല്ലെങ്കിൽ അവൻ നിങ്ങളുടെ ജീവിതത്തെ തകർക്കും, നിങ്ങളുടെ നന്മകളെ തടയും. Are you with me? Hallelujah. Hallelujah. അവൾ അത് കൊണ്ടുവന്ന് പ്രവാചകന് കൊടുക്കുമ്പോൾ ബൈബിൾ പറയുന്ന നമ്മുടെ ജീവിതങ്ങളെ ദൈവം മാറ്റിമറിച്ചു. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഓഫറിംഗ് ഇടുന്നതും നിങ്ങൾ ടൈറ്റ് ചെയ്യുന്നതും ആർക്കാണ്ട് എന്താണ്ട് കൊടുത്ത പോലത്തെ മനോഭാവത്തിൽ ചെയ്യരുത്. അങ്ങനെയുള്ളവർ ഇടാൻ നിൽക്കരുത്. അത് കേഴ്സാ, അത് ശാപമാ. സത്യമാണ് ഞാൻ പറയുന്നത്. കർത്താവേ, ഞാൻ ഇത് ചെയ്യുന്നത് എന്റെ അനുഗ്രഹമാണ്. ഞാൻ ടൈറ്റ് ചെയ്യുമ്പോ എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ദശാംശം കൊടുക്കുന്നവന്റെ മേളിൽ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കും. I'm hearing one voice. Yes, come on. Yes, man of God. Come on, man of God. Where is my phone? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ജിജി പാസ്റ്ററെ ഓൺലൈൻ സർവീസിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഇന്ന് രാവിലെ ഞാൻ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൈവശബ്ദം കേട്ടെന്ന്. ഞാനത് സൺഡേ പറയൂന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഈ ഹാർഡ് ഡിസ്കിനകത്ത് ഈ സാധനം ഉണ്ട്, ഏതാ, യൂട്യൂബിനകത്ത് എടുത്ത് നോക്കിയാൽ മതി. ആ ലൈവ് ഒന്നുകൂടെ. ഓർമ്മയില്ലാത്തതല്ല, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചു എൻ്റെ ഫോണിൽ. I recorded that thing.
Thank you, Holy Spirit. പറഞ്ഞേ, thank you, Holy Spirit. Thank Thank you, you, Holy Holy Spirit. Spirit. Amen. എന്നായിരുന്നു പക്ഷേ ഡേറ്റ് ഓർക്കുന്നുണ്ടോ? This is very important. This is the voice from the Lord. That's why ഞാൻ ഇത്രയും ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് പക്ഷേ ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഫോൺ. I think in my another phone. ഞാൻ കേട്ട ശബ്ദം ഇതാണ്. Thank you, Holy Spirit. Yeah, I got it. അങ്ങനെ പോകത്തില്ല അത്. I got it. ഇത് 23 ഒക്ടോബർ മാസം. ഞാൻ ഒന്ന് പ്ലേ ചെയ്തോട്ടെ. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ച് റെക്കോർഡ് ചെയ്ത് വെച്ച് ഇതിനകത്ത്. കർത്താവ് എന്നോട് സംസാരിച്ചതാ എൻ്റെ മുറി വന്ന്. ലിസൺ. ഇത് കേട്ട് കഴിയുമ്പോൾ കൈയടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. വെരി സീരിയസ്. Amen. എന്നോടത്ത് കർത്താവ് സംസാരിച്ചപ്പോൾ ഞാൻ നെടുമ്പാട് വീണു. സഭയുടെ കുറ്റം എന്തുണ്ട്, ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, ഇവിടെ കാശ് കൊടുക്കരുത്, ഇവിടെ ദശാംശം കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ വ്യക്തിയോട് എൻ്റെ അടുത്ത് പറയാണ്, നിന്റെ ജനമാണ് അവർ, എൻ്റെ ജനമാണ്, നീ അവരോട് പറയണം, അങ്ങനെ പറയരുത്, അവരിലും അവരുടെ തലമുറയിൽ നിന്നും തിന്മ വിട്ടു മാറുകയില്ല എന്ന് പറയണം. Amen. I recorded in my phone. അല്ലേ, ഇത് ദൈവം ഒരു കാര്യം സംസാരിച്ചത് ആ പ്രാർത്ഥനാ മുറിയിൽ അതേ സമയത്ത് മറന്നു പോകാതെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചത് ഈ ജനം അനുഗ്രഹിക്കപ്പെടാനാണ്. ഈ ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ പ്രവാചകന്മാർ മുന്നറിയിപ്പുകൾ കൊടുക്കും. Yes. Amen. ആ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവരാണ് അടുത്ത ഡേഞ്ചറസ് സോണുകളിലേക്ക് പോയി കയറുന്നത്. Believe me, Yes. I am only expecting your blessing. Amen. നിങ്ങളും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടാൻ 24 മണിക്കൂർ നിങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന്റെ തിന്മ നിങ്ങളായിട്ട് ഒപ്പിച്ചു വെക്കരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ലോക്ക് നിങ്ങളായിട്ട് തന്നെ ലോക്ക് ആക്കരുത്. This is my humble request. Please, it's a warning. ഒന്ന് കണ്ണടച്ചേ. ഇതൊരു എൻ്റെ വാക്കായിരുന്നു, ഞാനിത് ചെയ്യിക്കത്തില്ലായിരുന്നു. ഇത് ദൈവത്തിൻ്റെ ശബ്ദമായതിനാൽ ഒന്ന് പ്രാർത്ഥിച്ചേ. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പറയുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ക്ഷമ പറയണം. ഏഞ്ചൽസ് ആർ വാച്ചിങ് യു. ദൂതന്മാർ നിന്നെ കാണുന്നു. ദൈവത്തിന്റെ അഭിഷിക്തൻ ഇത്രയും കോൺഫിഡൻസോടെ പരസ്യമായി ഈ കാര്യം പറഞ്ഞിട്ട് നീ മറുതലിക്കാൻ നിൽക്കുവാണെങ്കിൽ സീരിയസ്. വെരി സീരിയസ്.
Forgive me, Holy Spirit. Amen. Father, in the name of Jesus, I bless our people, I bless the generation. ഇന്ന് എൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കരമായ നിലയിൽ ഇന്നത്തെ ലോർഡ്സ് ടേബിൾ ശുശ്രൂഷയിൽ, ഇന്നത്തെ കർത്താവിൻ്റെ മേശയോടുള്ള ശുശ്രൂഷയിൽ രണ്ട് അപ്പോസ്തലന്മാർ ഇന്ന് ഒന്നിച്ച് ഈ ശുശ്രൂഷകൾ ഇവിടെ ചെയ്യുമ്പോൾ ഒത്തിരി ഡിമോണിക് ഓൾട്ടറുകൾ ബ്രേക്കായി. വിശ്വസിക്കുന്നവരൊന്ന് കൈ അടിച്ച് സ്വീകരിക്കാൻ തയ്യാറാവും. ഇതൊന്നും ലിസൺ, ഇതൊന്നും ഈ നോർമലി സംഭവിക്കുന്നതല്ല. ഇതൊന്നും അടുത്തിരിക്കുന്നത് പറഞ്ഞു, ഇതൊന്നും നമ്മുടെ കുഴപ്പമല്ല. പറഞ്ഞേ, നമ്മൾ ലിസൺ ടു മീ, ഇതൊരു സത്യമായ കാര്യമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ നന്മയെ ലോക്ക് ചെയ്യാൻ പിശാചി നമ്മുടെ മൈൻഡിൽ സംസാരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ പിടികിട്ടിയോ? നിന്നെ എങ്ങനെ നിന്റെയും നിന്റെ ജീവിതത്തിന്റെയും അനുഗ്രഹങ്ങളെ തടയാമെന്ന് സാത്താൻ അറിയാം. ഹല്ലേലൂയ. അത് മൈൻഡിൽ കൊണ്ട്. ഇപ്പൊ ഞാൻ ഇന്നലെ മീറ്റിംഗിൽ പറഞ്ഞു, ഞാനൊരു പട്ടണത്തിൽ ചെല്ലുമ്പം, ഒരു രാജ്യത്ത് ചെല്ലുമ്പം അവിടെ വ്യാപരിക്കുന്ന സ്പിരിറ്റുമായിട്ട് ഒരു പൈശാചിക മേഖലയായിട്ട് എനിക്കൊരു യുദ്ധമുണ്ട്. രാത്രിയിൽ പ്രാർത്ഥനയിൽ ഇരുന്ന് ചില വാക്കുകൾ ഡിക്ലെയർ ചെയ്ത്, നിങ്ങൾ വിചാരിക്കും പാസ്റ്റർ ടിനു ജോർജ് നിങ്ങളുടെ ദൈവദാസൻ സ്റ്റേജിലോട്ട് കയറുന്ന ഉടനെ പുള്ളി അങ്ങ് പ്രയോജനപ്പെടുന്ന ഒന്നുമല്ല. അതിന്റെ പിറകിൽ ഒരു യുദ്ധം നടന്നിട്ടുണ്ട്. ചിലതിനെയൊക്കെ പൂട്ടിയിട്ടാ കയറി വന്നേ. Are you with me? Yes. നമ്മൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കാൻ, നമ്മുടെ ജീവിതം ബ്ലെസ്ഡ് ആകാതിരിക്കാൻ, നമ്മളിൽ വേണ്ടാത്ത ചിന്തകളും ആവശ്യമില്ലാത്ത വഴികളും പിശാച് പറഞ്ഞു തരികയും നമ്മുടെ നാവിനെ അവൻ ഉപയോഗിക്കുകയും ചെയ്യും. നിങ്ങളുടെ വാക്കിനാൽ നിങ്ങൾ നീതീകരിക്കപ്പെടുകയും നിങ്ങളുടെ വാക്കിനാൽ നിങ്ങൾ വിധിക്കപ്പെടുകയും ചെയ്യും. Understand me? പക്ഷെ നമ്മൾ എല്ലാവരും, ഓൾ ദ പീപ്പിൾ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ബ്ലെസ്ഡ് ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമ്മൾ ഒന്ന് ഡിക്ലെയർ ചെയ്യാൻ പോവാം. ഈ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഏരിയ ദ ബെസ്റ്റ് ഓഫറിംഗ് ടുഡേ. Can you please take your hand? Your tithe, your seed. Volunteers, please give to the envelopes. Tithe-ന്റെ കവറുകൾ കിട്ടിയിട്ടില്ലാത്തവർക്ക് അത് കൊടുക്കാം. ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഈ ഒരു കാര്യം, സിസ്റ്റർ യു സിറ്റ്. ഐ വാണ്ട് ടു ടോക്ക് ടു യു സംതിങ്. ജിജി പാസ്റ്റർ, എനിക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം ഒന്ന് വായിക്കണം. Read fast, read quickly. I want to close this session. Judges chapter 7. പെട്ടെന്ന് വായിക്കണേ. അനന്തരം ഗിദെയോൻ എന്ന യെരുബാലും അവനോടുകൂടെയുള്ള ജനമൊക്കെയും അധികാലത്ത് പുറപ്പെട്ട് ഹരോദ് ഉറവിനരികെ പാളയമിറങ്ങി. മിദ്യാനരുടെ പാളയമോ അവർക്ക് വടക്ക് മോരെ കുന്നിനരികെ താഴ്വരയിലായിരുന്നു. യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു, എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എന്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാനരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുത്വം ഉണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ ജനത്തിൽ 27,000 പേർ മടങ്ങിപ്പോയി, 10,000 പേർ ശേഷിച്ചു. യഹോവ പിന്നെയും ഗിദെയോനോട്, ജനം ഇനിയും അധികമാകുന്നു, അവരെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോകുക, അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാം. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരണ്ട എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോയി. യഹോവ chapter 6 verse 17 onwards. അതിന് അവൻ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്ന നീ തന്നെ എന്നതിന് ഒരു അടയാളം കാണിച്ചു തരണമേ. ഞാൻ പോയി എന്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുമ്പാകെ വെക്കുവോളം ഇവിടെ നിന്ന് പോകരുതേ എന്ന് അവനോട് പറഞ്ഞു. നിനക്ക് എന്ത് മനസ്സിലായിരുന്നു? ഗിദെയോന്റെ മുമ്പിൽ ആരാ നിൽക്കുന്നേ?
ഏഞ്ചൽ ഓഫ് ദ ലോർഡ് അഥവാ ദൈവം. ദൈവത്തിന്റെ സ്ഥാനാപതികളാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സൈന്യമാണ് അവന്റെ ദൂതന്മാർ. ഈ ആമീൻ ഉള്ളെങ്കിൽ ഞാൻ അടുത്ത പറയുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ചർച്ചിൽ ഏറ്റവും കൂടുതൽ ഗിവ് ചെയ്യുന്നത്, കൊടുക്കുന്നത് ഞാനായിരിക്കണമെന്ന എൻ്റെ പ്രാർത്ഥന. കാരണം നാളെ ഞാൻ ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കപ്പെടുമ്പോൾ മൂലയ്ക്ക് കുത്തിയിരുന്ന് കുശുമ്പും പിടിച്ചോണ്ടിരിക്കില്ല നീ. കാരണം വേദപുസ്തകത്തിനകത്ത് ഗിവിംഗ് ചെയ്യുന്നവൻ മാത്രമേ റിസീവ് ചെയ്യത്തുള്ളൂ. അല്ലെ പിന്നെ നിങ്ങൾ ഒന്നുകൂടെ ഇസ്രായേലിൽ പോയി യേശുവിന് പകരമായിട്ട് ഞാനാ യേശു എന്നും പറഞ്ഞ് ഇതൊക്കെ ഒന്നുകൂടെ പറയണം. യേശു പറഞ്ഞു കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്കും ലഭിക്കും. ഇനി അടുത്തിരിക്കുന്ന ആളെ മുട്ടിട്ട് നിനക്കിത് മാറ്റാൻ പറ്റുമോ ചോദ്യം. ഒന്ന് രണ്ട് പേരോട് ചോദ്യം. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്കും, ഇത് നിങ്ങൾക്ക് ഇനി മാറ്റാൻ പറ്റുമോ? ഇപ്പുറത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ കൊടുത്താലേ കിട്ടൂ. ഇനി നിങ്ങളെ നോക്കി ചിരിക്കാതെയും പറയാതെയും ഇത് നാളിനോട് പറഞ്ഞേ കൊടുത്തതെല്ലാം കിട്ടുന്നുണ്ടല്ലോ അല്ലേ പറഞ്ഞേ. നീ കൊടുത്തതെല്ലാം കിട്ടുന്നുണ്ടല്ലോ അല്ലേ. ചേർന്നൊരു ആമീൻ പറയാവോ? ഗിദെയോൻ ദൂതനോട് പറയുന്നു പോകരുത്. മെസ്സേജ് ഞാൻ കേട്ടു, ദൂതൻ പറഞ്ഞ ദൂത് ഞാൻ കേട്ടു, പോകരുത്, ഇവിടെ നിൽക്ക. ഞാൻ വീട്ടിൽ പോയി. ആ ഇംഗ്ലീഷിൽ നോക്കിയേ, until I come unto you and bring forth my present. In another translation, and I want to bring my offering. Yes. ഞാൻ എൻ്റെ ഓഫറിംഗ്, എൻ്റെ വഴിപാട് എടുത്തോണ്ട് വരട്ടെ. ദൂത് ഞാൻ കേട്ടു, ദൂതനോട് പറഞ്ഞ ദൂത് ഞാൻ കേട്ടു. എനിക്ക് ഈ ദൂത് കൺഫേം ചെയ്യാൻ, ഈ മെസ്സേജ് കൺഫേം ചെയ്യാൻ, I want to do something. Yes. Amen. Amen. I want to do something. Amen. ഗിദെയോൻ പോയി ഓഫറിംഗ് എടുത്തോണ്ട് വന്നു, ദൂതന്റെ മുമ്പിൽ വെച്ചു. അങ്ങനെ താഴോട്ട് വായിക്കുമ്പോൾ ദൂതൻ അവനോട് പറയാണ്, യഹോവ ശലോം ആയിരിക്കും, നീ മരിക്കുകയില്ല. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട് 21 please 23 യഹോവ അവനോട് 23 നിനക്ക് സമാധാനം. കണ്ടോ, ഇത് കഴിഞ്ഞപ്പോൾ വീണ്ടും പറയാണ്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. ഗിദെയോൻ മരിക്കുകയില്ല എന്ന് അരുളി ചെയ്തു. അതാണ് വേണ്ടത് എനിക്ക്. Amen. The Lord says. Amen. That word is the Lord's. ദൈവത്തിന്റെ വായിന്ന് എന്നിലേക്ക് എന്തെങ്കിലും വരുന്നതാണ് എൻ്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ്. Hallelujah. You are not doing it. Yes. The Lord says. അരുളി ചെയ്തെന്നുള്ളതാണ് എനിക്ക് കേൾക്കേണ്ടിയേ, കിണ്ണവും ചാറും ഒന്നും അല്ല. The Lord says, and the Lord said to him, peace be unto you, fear not. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോ. നീ എന്നോട് കാണിച്ച ഈ ബഹുമാനം നിന്റെ ആയുസ്സിനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. Come on, put your hand together and praise the Lord. Worship Jesus. അതുകൊണ്ടാണ് ബൈബിളിൽ പലയിടത്തും എഴുതിയിരിക്കുന്ന, നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ വെറും കൈയായി വരരുത്. സാമുവേൽ ചാപ്റ്റർ 9 നമ്മൾ വായിച്ചായിരുന്നു. ശൗലിന്റെ അപ്പന്റെ കഴുതുകളെ കാണാതെ പോയപ്പോ ശൗലും ഭൃത്യനും കൂടെ അന്വേഷിച്ചിറങ്ങുമ്പോൾ ഭൃത്യൻ പറയുകയാണ്, ഇവിടെ ഒരു ദൈവപുരുഷനുണ്ട് ഈ പട്ടണത്തിൽ. വായിച്ച വാക്യം, അതിനവൻ, ഈ പട്ടണത്തിൽ ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. ലിസൺ ടു മീ. അവൻ ആരാകുന്നു? മാന്യനാന്ന് പറഞ്ഞ അതാ മാന്യനല്ല. ഇവിടെ ഒരു പട്ടണത്തിലൊരു ദൈവപുരുഷനുണ്ട്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുക, he is an honorable man.
എന്ന് വെച്ചാൽ ദൈവപുരുഷൻ ആരാണ്? ബഹുമാന്യനാണ്. നമ്മൾ മാന്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? പാവം പാസ്റ്റർ അതല്ല. ഈസ് എൻ ഓണറബിൾ മാൻ. എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ്. ഓണറബിൾ മാൻ. Amen. ഹല്ലേലൂയ. അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. നമുക്ക് പോകാനുള്ള വഴി, നമ്മുടെ കഴുതകൾ, അപ്പന്റെ കഴുതകൾ എവിടെ ഉണ്ടെന്ന് അവൻ പറഞ്ഞു തരും. സൊല്യൂഷൻ. Man of God will lead you. Solution. Next word. ശൗൽ തന്റെ ഭൃത്യനോട്, നാം പോകുന്നു എങ്കിൽ ആ പുരുഷന് എന്താകുന്നു കൊണ്ടുപോകേണ്ടത്? ദൈവപുരുഷൻ എന്താ കൊടുക്കാൻ കൊണ്ടുപോകേണ്ടത്? നമ്മുടെ പാണ്ഡത്തിലെ അപ്പം തീർന്നു പോയല്ലോ. ദൈവപുരുഷന് കൊണ്ടു ചെല്ലുവാൻ ഒരു സമ്മാനവും ഇല്ലല്ലോ, നമുക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഭൃത്യൻ ശൗലിനോട്, എന്റെ കയ്യിൽ 1/4 ശേക്കൽ വെള്ളിയുണ്ട്, ഇത് ഞാൻ ദൈവപുരുഷന് കൊടുക്കാം. എല്ലാരും വാ തുറന്ന് പറഞ്ഞ കൊടുക്കാം. ഇനി അടുത്ത വാക്യം വായിച്ചേ. അവൻ നമുക്ക് വഴി പറഞ്ഞു തരും എന്ന് ഉത്തരം പറഞ്ഞു. ചിലര് ബൈബിൾ അങ്ങ് അടച്ചു വെച്ച്, ഞങ്ങളുടെ ബൈബിൾ ഇല്ലെന്ന്. ചിലര് ബൈബിള് അങ്ങ് അടച്ചു വെച്ച്, ഇത് ഞങ്ങളുടെ ബൈബിൾ ഇല്ലെന്ന്. ഇത് ഒരു ഓണറിംഗ് ആണ്. യഹോവേ, നിന്റെ ധനം കൊണ്ടും നിന്റെ ആദ്യ ബലം കൊണ്ടും മക്കളെ, നമ്മൾ എന്ത് ആക്ഷൻ ആണോ ഫെയ്ത്തിൽ എടുക്കുന്നത്, അതിന്റെ നന്മയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഞാൻ എൻ്റെ സാക്ഷ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? പലതവണ പറഞ്ഞിട്ടുണ്ട്. നീ ഒന്നുകൂടെ പറയാൻ എന്നെ കൊണ്ട് മേല. 2001 ഞാനൊരു ദൈവമനുഷ്യന് അന്നത്തെ കാലത്ത് അൽക്കാട്ടൽ എന്ന് പറയുന്നൊരു ഫോൺ, ഒരു മൊബൈൽ ഫോൺ, എസ്കോട്ടലിന്റെ സിം കാർഡും അൽക്കാട്ടലിന്റെ മൊബൈൽ ഫോണും, അന്നത്തെ കാലത്ത് 6 കയ്യിലും മൊബൈൽ ഫോൺ ഇല്ല. 2001 കാര്യം പറയണേ. ഞാനൊരു ദൈവപുരുഷന് കൊടുത്ത, പിന്നെ ഇന്ന് വരെ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് എനിക്ക് ഫോൺ മേടിക്കേണ്ടി വന്നിട്ടേയില്ല. എനിക്ക് കിട്ടിയ ഫോണുകൾ എത്ര പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരു സാക്രിഫിഷ്യൽ ഓഫറിംഗ് ആണ്. അബ്രഹാം കഴിച്ചത് ഒരു സാക്രിഫിഷ്യൽ ഓഫറിംഗ് ആണ്. മകനെ കൊടുക്കാൻ, ശരിക്കും കൊടുക്കാൻ തോന്നാത്ത ഒന്നാണ്, ചങ്കത്തുനിന്ന് പറിച്ചുകൊണ്ട് പോകുന്ന ഒന്നാണ്. പക്ഷെ അതൊരു സാക്രിഫിഷ്യൽ ഓഫറിംഗ് ആണ്. ആ ഓഫറിംഗ് യാഗപീഠത്തിന്റെ മുകളിലോട്ട് വെച്ചപ്പോഴാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കാൻ പോകും. വിധവയുടെ കയ്യിലിരിക്കുന്ന അല്പം മാവും 2 വിറകും എണ്ണയും എന്ന് പറയുന്ന ഒരു സാക്രിഫിഷ്യൽ ഓഫറിംഗ് ആണ്. അവിടെയാണ് അവള് ബ്ലെസ്ഡ് ആയത്. വാ തുറന്ന് പറഞ്ഞ, ത്യാഗമില്ലാതെ യാഗമില്ല. ഒരാളോട് പറഞ്ഞ, ത്യാഗമില്ലാതെ യാഗമില്ല. ഞാൻ പറഞ്ഞത് കറക്റ്റ് വേർഡാണെന്ന് എനിക്കറിയാം. ത്യാഗമില്ലാതെ യാഗമില്ല. ഹല്ലേലൂയ. ഒത്തിരി ത്യാഗം സഹിച്ചാണ്, ഒത്തിരി കഷ്ടപ്പെട്ടാണ് പല ബസ്സുകളൊക്കെ കയറി, പല നിന്ദകളൊക്കെ കേട്ട് ഇന്ന് പലരും ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ ത്യാഗത്തോട് ഇവിടെ വന്ന് കഴിക്കുന്ന ആരാധന എന്ന യാഗത്തിൽ 100% ദൈവം നിങ്ങളെ ഓണർ ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും നല്ലത് വിതയ്ക്കാൻ പോവാം. നിങ്ങൾ പഠിക്കണം, അത് നിങ്ങൾ ശീലിക്കണം. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഇത് മക്കൾമാരുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തി. എൻ്റെ പൊന്നു സഹോദരങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കണം. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ മകൻ ജരമായ വാടാ മോനെ, യുക്കം ഓടിവാ.
ഞാൻ എൻ്റെ മോൻ ജെറമയുടെ കയ്യില് ഇന്ന് ഇടാനുള്ള ഓഫറിങ് പൈസ ഞാൻ അവൻ്റെ കൊടുത്തു. പെട്ടെന്ന് അവൻ ആ പൈസ എടുത്ത് എണ്ണാൻ നോക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞ് എണ്ണരുത്, നോ, കൗണ്ട് ചെയ്യരുത്. കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് എണ്ണം നോക്കരുത്. ഞാന് എന്റെ കുഞ്ഞിനെ നിർത്തിക്കൊണ്ടാ ഞാൻ ഈ പറയുന്നത്. ഞാൻ അവന്റെ തലയെ പിടിച്ച് പെടലിട്ട് കുലുക്കുമ്പോഴല്ല അവൻ അനുഗ്രഹിക്കപ്പെടുന്നത്. അവന്റെ അപ്പനെ പോലെ അവനും ചിലത് ശീലിക്കുമ്പോഴേ. നോക്കരുത്, ഞാൻ ഇങ്ങനെ പറയും, നോക്കരുത്, കണക്ക് നോക്കരുത്. കണക്ക് നോക്കാതെ നീ കൊടുത്താൽ കണക്ക് നോക്കാതെ ദൈവം തരും. ഞാനിത് എന്റെ വായിന്ന് റിലീസ് ചെയ്യാണ്. 100% നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് പറയണം ചർച്ച് പറയണം വാക്യം. നിങ്ങൾ അളക്കുന്ന അളവിനാൽ അപ്പൊ നിങ്ങൾ അളക്കാതിരുന്നാലോ അളവില്ലാതെ കിട്ടും. Without measure. I'm feeling in my spirit. ഇന്ന് ഇതിനകത്ത് ജോലി ഇല്ലാത്തവർക്ക് ജോലി ഉണ്ടാകാൻ പോവുകയാണ്. ചില വിസകൾ ഗ്രാൻഡ് ആകാൻ പോവുകയാണ്. നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഒരു ഫ്ലോ ഉണ്ടാകട്ടെ. Take your offering in your hand. നിങ്ങളുടെ ഏറ്റവും നല്ലത് കരങ്ങൾ എടുക്കുക. Pastor, come forward. The platform. Take the time. ഈ സമയത്ത് നിങ്ങളുടെ ടൈത്ത്, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഓഫറിങ് നിങ്ങളുടെ കരങ്ങൾ എടുത്തുയർത്തി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവിന് വേണ്ടി കൊടുക്കാനുള്ളത് നമ്മൾ ബഹുമാനത്തോടെയാണ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് എല്ലാവരും ദൈവത്തിൽ എഴുന്നേൽക്കാം. നിങ്ങളുടെ ടൈത്ത്, നിങ്ങളുടെ ഓഫറിങ് എല്ലാം നിങ്ങളുടെ കരങ്ങൾ എടുത്തുയർത്തി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. എല്ലാവരും ദൈവത്തിൽ എഴുന്നേറ്റാണ്. ഹല്ലേലൂയ. ഏറ്റവും നല്ലത് ആ ഓഫറിങ് ടൈത്തും എല്ലാം നിങ്ങളുടെ കരങ്ങൾ എടുത്തുയർത്തി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. Take your offering. Lift up it. Father, in the name of Jesus, Amen. I release the blessings upon them. Yes. Shabaka maratula mantalayango bo sakratalayanda ba sakratalamata. Sambratala mandoko mondara talasi brakatala ba talala ba shasayada. Riba katala mayantula bo shebrakatala mantala ba sakra. ഇതിലാരെങ്കിലും ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, കടം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ഭവനത്തിനകത്ത് ഒരു സാമ്പത്തിക ഭദ്രതയില്ലാത്തവരുണ്ടെങ്കിൽ, അവരുടെ എല്ലാം ഭവനത്തിലേക്ക് പ്രോസ്പെരിറ്റിയുമായി റിലേറ്റ് ചെയ്ത് ദൈവദൂതന്മാരുടെ സന്ദർശനം ഉണ്ടാകട്ടെ. Father, in the name of Jesus, I bless that tithe. I bless that seed. Yes. I bless that sacrificial offerings. In the name of Jesus, I release the grace upon them. I release the blessings upon them. Yes. കർത്താവേ, ഇവർ അനുഗ്രഹിക്കപ്പെടുന്നത് എനിക്ക് കാണണം കർത്താവേ. ഇവർക്ക് നല്ല വാഹനങ്ങൾ ഉണ്ടാകട്ടെ. ഇവർക്ക് നല്ല ഭവനങ്ങൾ ഉണ്ടാകട്ടെ. ഇവരുടെ കുഞ്ഞുങ്ങൾ ആരുടെ മുമ്പിൽ കൈനീട്ടാതെ അവരുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹീതരാകട്ടെ. തലമുറയായി അവർ നന്മകൾ സ്വീകരിക്കുന്നവരാകട്ടെ. ഇവരുടെ ഫൈനാൻസിനകത്ത് എവിടെങ്കിലും ലോക്ക് വീണിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ഫൈനാൻസിനകത്ത് എവിടെങ്കിലും ലോക്ക് വീണിട്ടുണ്ടെങ്കിൽ, I cancel it. I break it. The lock in the name of Jesus. Rakana mame antolobos. Hallelujah. Hallelujah. ദൈവപുരുഷന്മാർക്ക് കൊടുക്കുന്ന, അവരുടെ മീതെയുള്ള ദൈവപുരുഷന് സോ ചെയ്യുന്ന
ആറ്റിറ്റ്യൂഡ് ഉള്ളവരുടെ മേളിൽ സൊല്യൂഷൻസ് ഉണ്ടാകട്ടെ. സൊല്യൂഷൻസ് ഉണ്ടാകട്ടെ. ആ ഭൃത്യൻ പറഞ്ഞതുപോലെ സൊല്യൂഷൻസ് ഉണ്ടാകട്ടെ. In the name of Jesus. തിന്മകൾ ഇവരുടെ കൂടാരത്തെ വിട്ടുമാറട്ടെ. നന്മയും കരുണയും ഇവരുടെ ആയുഷ്കാലമൊക്കെയും ഇവരെ പിന്തുടരട്ടെ. ഇവരെ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കട്ടെ. In Jesus' mighty name. You are delivered, you are blessed. I am feeling in my spirit. എന്റെ ആത്മാവിൽ എനിക്കറിയാം പിശാച് എവിടേക്കോ ലോക്ക് ചെയ്തത് ഇന്ന് പകൽ കർത്താവ് അഴിച്ചെറിഞ്ഞിട്ടുണ്ട്. Love you, may God bless you. Take the offering this time. ഓൺലൈനിൽ ഓഫറിംഗ് നൽകാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ QR കോഡ് നൽകുന്നു. അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. നമുക്ക് ചേർന്ന് ആ അനുഗ്രഹത്തെ അഭിഷക്തന്റെ ആദരത്തിലൂടെ വന്ന ആ ഡിക്ലറേഷനെ സ്വീകരിച്ച് The Lord bless you and keep you, make His face shine upon you, be gracious to you. Lord, turn His face toward you and give you peace. The Lord bless you. Lord bless you and keep you, make His face shine upon you, be gracious to you. Lord, turn His face toward you and give you. വിശ്വസിക്കുന്നവർ ചേർന്ന് പറയുമോ? കരങ്ങൾ ഉയർത്തി റിസീവ് ചെയ്തുകൊണ്ട് എന്നെ പാലിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്തു ഞാൻ പകരം നൽകും? നീ കരുതും കരുതലിന. രണ്ട് കരങ്ങളെ ഉയർത്തി പാടി യേശുവേ യേശുവേ നീ ഓർത്തതിന, എന്നെ നീ മാനിച്ചതിന. എന്തു ഞാൻ പകരം നൽകും? നീ കരുതും കരുതലിന. യേശുവേ നീ ഓർത്തതിന, എന്നെ നീ മാനിച്ചതിന.
രണ്ട് കരങ്ങളും അടിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ് ശക്തിയോട് അടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഇൻ ദ ബാക്ക് സൈഡ് ഏറ്റവും പുറകിൽ ഈ മുൻപിൽ Lord is good. All the time is good. He's good. Amen. Hallelujah. Hallelujah. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ആരാധനയിൽ നമ്മുടെ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് അത്ഭുതകരമായ വിടുതലുകളും സൗഖ്യങ്ങളും ലഭിച്ച അനേകർ ഇന്ന് ഈ ആലയത്തിൽ വന്നിട്ടുണ്ട്.